ഇപ്പോൾ കെ വി ബൈജു അവിടെ നിന്നും തത്സമയം ചേരുന്നു. ബൈജു, ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അശ്വതി, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ രക്ഷാപ്രവർത്തനം ഇത്തരത്തിൽ ഏകോപിപ്പിക്കാനായി MK രാഘവൻ MP സജീവമായി ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് വളരെ പ്രതീക്ഷയുള്ള ഒരു ദിവസമാണ്. ഇന്ന് അദ്ദേഹവും അഭിജിത്തും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ എന്തായാലും അറിയണം. രാഘവട്ടെ, എന്താണ് ഇന്ന് എത്രത്തോളം പ്രതീക്ഷയുണ്ട്? അല്ല, ഏതായാലും ലോറി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അത് ഇന്നത്തോടുകൂടി അർജുനെ കണ്ടെത്താൻ കഴിയും എന്നാണ് പൂർണ്ണമായ പ്രതീക്ഷ. അതുകൂടാതെ മേജർ ജനറൽ ഇന്ദ്രാബാലിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം വന്നു കഴിഞ്ഞു. അവരും അവരുടെ എക്വിപ്മെന്റ് വെച്ചുകൊണ്ട് തന്നെ 30 മീറ്റർ ആഴത്തിൽ പോകാൻ സാധിക്കും. അങ്ങനെ അർജുനെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ്. ഏതായാലും ഇന്നത്തോടുകൂടി കഴിഞ്ഞ 10 ദിവസം നീണ്ടുനിന്ന ഈ രക്ഷാദൌത്യ പ്രവർത്തനത്തിന് വിരാമമിടാൻ കഴിയും എന്നാണ് വിശ്വാസം. കഴിഞ്ഞ ഈ ദിവസങ്ങളെല്ലാം തന്നെ കർണാടക ഗവൺമെന്റ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സീതാരാമയ്യ, അതുപോലെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ശിവകുമാർ, മറ്റു മന്ത്രിമാർ, ഇവിടുത്തെ ജില്ലാ ഭരണവും കലക്ടർ, SP, പോലീസ്, അതുപോലെ NDRF, മിലിറ്ററി, നേവൽ, എല്ലാവരും കഴിഞ്ഞ 10 ദിവസം അവർ കാണിച്ചിട്ടുള്ള സന്മനസ്, ഇത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾക്ക് പൂർണ്ണമായി നന്ദി പറഞ്ഞേ പറ്റൂ. പ്രത്യേകിച്ച് MLA അദ്ദേഹത്തോട് മുഖ്യമന്ത്രി ഞങ്ങളുടെ മീറ്റിംഗിൽ വെച്ച് പറഞ്ഞത്, അസംബ്ലിയിൽ വരണ്ട, ഇവിടെ നിൽക്കണം, ഇത് പൂർണ്ണമായി മോണിറ്ററിംഗ് നടത്തണം, ഇത് കണ്ടെത്തുന്നവരെ മിലിറ്ററി ഇവിടെ നിൽക്കണം, നേവി ഇവിടെ നിൽക്കണം, കണ്ടെത്തിയേ പറ്റൂ എന്ന അദ്ദേഹത്തിന്റെ കർശനമൊക്കെ തന്നെ വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകി. അതാണ് ഒടുവിൽ നമുക്കിവിടെ ഈ ഒരു ലോറി ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞത്. ഏതായാലും ഇന്നത്തോടുകൂടി അർജുനെ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഘവട്ടനിവിടെ കണ്ടതാണ് കാലാവസ്ഥ വലിയ തോതിലുള്ള മാറ്റം. ഇന്ന് ഓറഞ്ച് അലർട്ട് ഉണ്ട്, പക്ഷെ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്. കാലാവസ്ഥ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ബാധിക്കുമെന്ന് അങ്ങനെ ഒരു ആശങ്ക അല്ല. കഴിഞ്ഞ കുറെ ദിവസങ്ങളെ കാലാവസ്ഥ പ്രതികൂലമാണ്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ രക്ഷാദൌത്യം നിർത്തിവച്ചില്ല, നടക്കുകയാണ്. ഇന്നെനിക്ക് തോന്നുന്നത് മഴയുണ്ടെങ്കിൽ പോലും നമ്മുടെ ലക്ഷ്യം നേടാൻ കഴിയും എന്നാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. ഏത് രീതിയിലാണ് ഇന്ന് ഈ അർജുനെ കണ്ടെത്തുക എന്നാണ് പ്രധാനം, ലോറി പുറത്തേക്ക് എടുക്കല്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? ഇല്ലില്ല. ഇന്നിപ്പോ ഈ ടീം ഏതായാലും വരികയാണല്ലോ. മേജർ ജനറൽ ഇന്ദ്രാബാലിന്റെ നേതൃത്വത്തിലുള്ള ടീം, ആ ടീം ഇറങ്ങുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇന്ന് കണ്ടെത്താൻ കഴിയും എന്നാണ് അവരുടെയും പ്രതീക്ഷ. ഏതായാലും രാഘവട്ടന് ഇത് കഴിയുന്നവരെ ഇനി ഇവിടെ തന്നെ ഞാൻ പോകുന്നില്ല, ഇവിടെ തന്നെ. ഏതെങ്കിലും ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരുന്നോ? അവരുടെ ഏത് രീതിയിലാണ് ഈ തെരച്ചിൽ എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇല്ല, അവരത് ഇന്നലെ ഈ ടീം ഇരുന്ന് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനമെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തോടെ ഇത് ഏതായാലും പൂർണ്ണ പ്രതീക്ഷയിലാണ്. ഈ കുടുംബത്തോട് വലിയ ആശങ്കയോടെ കുടുംബം നിൽക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ വലിയ പ്രാർത്ഥനയോടെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉണ്ടായത്. ജീവനോടെ തന്നെ അർജുനെ വേണം, എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചാൽ ഒരു പക്ഷേ നമുക്കൊരു നല്ല വാർത്ത കേൾക്കാം. പക്ഷെ അതിന് വളരെ സാധ്യത കുറവാണെന്ന് അറിയാം. കുടുംബത്തോടും ഒപ്പം ഇത്തരത്തിൽ ഒരുപാട് പേർ കാത്തിരിക്കുന്നുണ്ട്. ആ ഒരു വാർത്ത അറിയാം. അവരോട് എന്താണ് രാവട്ടെ? അല്ല, കഴിഞ്ഞ 10 ദിവസമായി ആ കുടുംബം അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള പ്രയാസം ചെറുതല്ല. അവർക്ക് ഇനി അർജുനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഏതായാലും ഇന്നത്തോടുകൂടി കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് മലയാളികൾ ഒന്നടങ്കം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, ആ കുടുംബത്തിന് വേണ്ടി, അർജുനെ കണ്ടെത്താൻ വേണ്ടി മലയാളികളുടെ കൂട്ടായ്മ, ഐക്യം പരമപ്രധാനമാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി നമുക്ക് അർജുനെ കണ്ടെത്താൻ ആകുമെന്ന പ്രതീക്ഷയാണ് ഇന്നലെ പുറത്ത്. അത് തന്നെയാണ് രാഘവൻ എന്റെ വിശ്വാസമാണ്. തീർച്ചയായും അശ്വതി, അത് തന്നെയാണ്. വലിയ ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ്. ഇനിയിപ്പോൾ AK അഷ്റഫ് MLA കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ദുരന്ത ഭൂമിയിൽ വലിയ തോതിൽ ഇത്തരത്തിൽ ഓരോ മിനിറ്റിലും ഇത്തരത്തിൽ ഓരോ വിവരങ്ങളും നമുക്ക് നൽകിയിരുന്നത് അദ്ദേഹമാണ്. കാരണം അദ്ദേഹത്തിന് ആണ് ആ ഭാഗത്ത് പോകാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ AK അഷ്റഫാണ് കൃത്യമായി ഓരോ വിവരങ്ങളും ഏകോപിപ്പിച്ച് കന്നഡ കൂടി അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആശയവിനിമയം അദ്ദേഹത്തിന് ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞു. അത് വലിയൊരു ഘടകമാണ്. നമുക്കത് പറയാതിരിക്കാൻ വയ്യ. അത് മാത്രമല്ല, ലോറി കണ്ടെത്തിയെന്ന പ്രധാനപ്പെട്ട നിർണായക വിവരം ന്യൂസ് 18 പുറത്തുവിട്ടതും AK അഷ്റഫാണ്. അദ്ദേഹം ഈ കാർവാർ MLA-യുമായി ഇത്തരത്തിൽ നിരന്തരം ബന്ധപ്പെട്ട് ഇവിടെ നിന്നും ആ ദിവസം മുതൽ നമ്മൾ ഇവിടെ ആദ്യ ദിനം മുതൽ അദ്ദേഹത്തെ ഇവിടെ തന്നെ കാണുകയാണ്. ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനത്തിലൊക്കെ ഏകോപനം നടത്തുന്നത്. എന്തായാലും ഇന്ന് ഉറച്ച പ്രതീക്ഷയുണ്ട്. MK രാഘവൻ MP പറഞ്ഞതുപോലെ തന്നെ അർജുനെ ഇന്ന് കണ്ടെത്താനാകും. അത് വൈകിട്ട് ആവുന്നതിന് മുമ്പ് തന്നെ കണ്ടെത്താനാകുമെന്ന വലിയ പ്രതീക്ഷയുണ്ട്. എന്തായാലും AK